ഷാനവാസും അനീഷും തമ്മിലുള്ള സൗഹൃദം ഹൗസിലുള്ളവർക്കിടയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണല്ലോ. ഇവരുടെ കോംബോ പ്രേക്ഷകർക്കും ഏറെ ഇഷ്ടം തന്നെയാണ്. എന്നാൽ ബോട്ടിൽ ടാസ്കിൽ അനീഷ് ഷാനവാസിന്റെ ബോട്ടിലുകൾ റിജക്റ്റ് ചെയ്ത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. പെങ്ങളോട്ടി കാർഡെടുത്ത് ആദിലയെയും നൂറയെയും തലയിലെടുത്ത് നടക്കുന്ന ഷാനവാസ് അനീഷിനെ നൈസായിട്ട് ചതിക്കുകയാണെന്ന് തോന്നിയേക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആദിൽ അനീഷിനെ വല്ലാതെ ഹറാസ് ചെയ്തിട്ടും ഇതിനെ ചോദ്യം ചെയ്യാൻ ഷാനവാസ് ഇതുവരെ മുതിർന്നിട്ടില്ല എന്നത് പകൽ പോലെ സത്യമാണ്. എന്നാൽ ഷാനവാസിന് ഒരു പ്രശ്നം വന്നപ്പോൾ ഹൗസിൽ ആകെ ഉയർന്നൊരു ശബ്ദം അനീഷിൻ്റെതുമായിരുന്നു. ഇന്നത്തെ പ്രശ്നത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം അനീഷ് കഥ പറഞ്ഞു നേടിയ ഗോൾഡ് കോയിനും ചോക്ലേറ്റും ആദില അടിച്ചു മാറ്റുന്നുണ്ട്. അത് നൂറയോടും അനുമോളോടും ആദില പറയുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ ആദില തന്നെ പറയുന്നുണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തേക്കാം എന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ തിരിച്ചു കൊടുത്തോളാം, നീ എൻ്റെ കയ്യിൽ തന്നേക്ക് എന്ന്. കോയിൻ നഷ്ടപ്പെട്ടു പോയി എന്നത് ക്യാമറയിൽ നോക്കി കംപ്ലൈൻറ്റ് പറയാൻ വേണ്ടി അനീഷ് ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് ജിഷനും ഷാനവാസും അനീഷിനെ തടസ്സപ്പെടുത്തുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട് എനിക്ക് കിട്ടിയ സാധനങ്ങൾ ഞാൻ നിധി പോലെയാണ് കാത്തു സൂക്ഷിച്ചത്. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ നേടിയെടുത്ത അതിന് ഞാനൊരു വാല്യൂ കൊടുക്കുന്നുണ്ട്, ബഹുമാനവും റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട്. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. അത് നഷ്ടപ്പെട്ടത് കാരണം എനിക്ക് അറിയണം, അത് ഞാൻ ബിഗ് ബോസിനോട് പറയും എന്ന് തന്നെ അനീഷ് ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇത്രയ്ക്കും വാല്യൂ ഉള്ള സാധനം നീ ഷഡ്ഡി കവറിലാണോ ഇട്ടത് എന്ന്. അപ്പോൾ അനീഷ് വളരെ മാന്യമായിട്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. എവിടെയാണ് അത് സൂക്ഷിച്ചു വെച്ചത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതൊക്കെ വേറെ കാര്യം. എനിക്കിത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു പരാതി പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഞാൻ പറയും, പ്ലീസ് ഇവിടെ നിന്നൊന്ന് പോയി തരണം എന്ന് ഷാനവാസിനോട് പറയുന്നുണ്ട്. നോക്ക് ഷാനവാസേ, എനിക്ക് ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണത്. കാരണം ഞാൻ ജിത്തു ജോസഫ് സാറിനെ പോലെയുള്ള ഒരാളെ കാണുന്നതും സംസാരിക്കുന്നതുമൊക്കെ ആദ്യമായിട്ടാണ്. എനിക്കതിൽ ഒരുപാട് സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. എല്ലാത്തിലും ഒരു ബൗണ്ടറി വേണം. അതുകൊണ്ട് തന്നെ ഷാനവാസ് ഇവിടുന്ന് പോകണം, എനിക്ക് ബിഗ് ബോസിനോട് സംസാരിച്ചേ പറ്റൂ എന്ന് അനീഷ് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത് നീ ഒറ്റയ്ക്ക് കളിച്ച് നേടിയതല്ലല്ലോ, നമ്മളെല്ലാവരും കൂടി കഥ പറഞ്ഞപ്പോൾ കിട്ടിയ കോയിനല്ലേ എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഒരുപാട് ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള ആൾക്കാരാണ്, എനിക്കിത് ആദ്യമായിട്ട് കിട്ടിയതാണ്, നിങ്ങൾക്കതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല എന്ന് അനീഷ് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അതെങ്ങനെയാണ് നീ തീരുമാനിക്കുക, ഞങ്ങൾക്കും അതിന് വാല്യൂ ഉണ്ട്, ഞങ്ങളും കൂടെ കളിച്ചിട്ട് കിട്ടിയതല്ലേ എന്ന് അനീഷിനോട് പറഞ്ഞ് തർക്കിക്കുന്നുണ്ട്. അതിനിടയിൽ ജിഷിൻ കയറി വന്ന് ഷാനവാസിൻ്റെ ഒപ്പം കൂടി അനീഷിനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ കിച്ചണിൽ നിന്നും ലക്ഷ്മിയും നിവിനും പറയുന്നുണ്ട് ഇതൊക്കെ അവരുടെ ഡ്രാമയാണെന്ന്. അനീഷ് എന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ പിറകെ നടന്ന് ഷാനവാസ് നേടിയെടുത്ത ഒരു ഫ്രണ്ട്ഷിപ്പ് ഗെയിമിന് വേണ്ടി മാത്രമാണെന്ന് പറയേണ്ടി വരും. കാരണം അനീഷ് എല്ലാവരിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും ലാലേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഹൃദയം തുറന്നിടണം, ഫ്രണ്ട്ഷിപ്പും സൗഹൃദങ്ങളും കൂടെ ഉണ്ടാവണം എന്നൊക്കെയായിരുന്നു. പാവം എല്ലാം ഒന്ന് മാറ്റിക്കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ അയാൾ സെലക്ട് ചെയ്തത് ഷാനവാസിനെ ആയതുകൊണ്ട് ഒന്നുകൂടെ അയാൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പെങ്ങന്മാരെ ചിറകിനടിയിൽ കൊണ്ടു നടക്കുന്ന ഷാനവാസിനെ അനീഷ് എന്ന പച്ചയായ മനുഷ്യനെ ഒരിക്കലും മനസ്സിലാക്കാനോ സൗഹൃദത്തിൽ കൊണ്ടുവരാനോ കഴിയില്ല. ഇനി കൊണ്ടുവന്നാൽ തന്നെ അത് ഷാനവാസിൻ്റെ വെറും ഒരു ഗെയിം പ്ലാൻ മാത്രമായിരിക്കും. ഇനിയെങ്കിലും അനീഷിന് അത് തിരിച്ചറിയാൻ കഴിയട്ടെ. അനീഷിനെ പോലെയുള്ള ഒരാൾക്ക് ഒറ്റയ്ക്ക് കളിച്ചാലും ഫൈനൽ 5-ൽ തീർച്ചയായിട്ടും എത്താൻ കഴിയും. എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.